3s ആയതുകൊണ്ട് 2 എണ്ണം, 3p ആയതുകൊണ്ട് 6 എണ്ണം. ആ 6 എണ്ണം കൊടുക്കുന്നതോടുകൂടി 18 തീർന്നു. അപ്പൊ ഇതിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം എങ്ങനെയാ? 1s2 2, 2s2 2p6 2 6 8, 3s2 3p6 2 6 8. ഇങ്ങനെയാണ് ആർഗണിന്റെ വരെ ഇലക്ട്രോവിന്യാസം. ഇതുവരെയുള്ള ഇലക്ട്രോവിന്യാസങ്ങളാണ് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത്. ആർഗൺ വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ഏതാണുള്ളത്? ഇതിന്റെ മുകളിലേക്കുള്ളതാണ്. മകളെ മൈക്ക് ഓൺ ചെയ്യല്ലേ നിഹാന. എന്താ നിങ്ങൾ പറഞ്ഞാ കേൾക്കാത്തത്? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരും സ്ക്രീനിൽ. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ബോർഡ് കാണാതെയാവും. ഇടയ്ക്കിടയ്ക്ക് ബോർഡ് മിസ്സാകുന്നതിന്റെ കാരണത. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോവിന്യാസവും ഷെൽ ഇലക്ട്രോവിന്യാസവും എഴുതുക. എന്നാൽ നമ്മൾ പണ്ടേ പഠിച്ചു വന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സംഭവം കൂടിയാണ്. 19ാമത്തെ മൂലകമായ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2881 എഴുതിയിരുന്നു. 2881 എഴുതിയിരുന്നു. 2881, അതായത് ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പോകും. മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ പോകും. പക്ഷെ മൂന്നാമത്തെ ഷെല്ലിൽ ഇവിടെ 8 കൊടുത്ത് നാലാമത്തേക്ക് 1 കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇവിടെ വരെ കറക്റ്റ് ആണ്. ഇവിടെ വരെ 288 18 288 ഇങ്ങനെ എഴുതാം. പക്ഷെ എന്തുകൊണ്ട് 19 വന്നപ്പോ 289 എഴുതാതെ 2881 എന്നുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതി എന്നുള്ളത് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ കാരണം പറഞ്ഞിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. പറഞ്ഞിരുന്നോ? ആരെങ്കിലും ഒരാൾ അറിയുന്ന ഒരാൾ മൈക്കോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഓക്കെ, കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ വ്യത്യാസം, അതായത് ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, നാലാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അതായത് പൊട്ടാസ്യം എന്ന് പറഞ്ഞ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ 4 ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. 4 ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം പണ്ട് മുതലേ പഠിച്ച പൊട്ടാസ്യത്തിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഞാനിപ്പോ ഇവിടെ എഴുതിയത് 2881. ഇത് പ്രകാരം പൊട്ടാസ്യം എന്ന മൂലകത്തിന് 4 ഷെല്ലുകൾ ഉണ്ട്. അത് നിങ്ങൾ ഓർത്തു വെക്കട്ടോ. ഇനിയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 19 പൊട്ടാസ്യം. നമ്മൾ അതിന്റെ ഷെൽ സബ് ഷെൽ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യത്തെ 1s എത്ര കൊടുക്കുക? 2. 2s എത്ര കൊടുക്കുക? 2. അടുത്തോ 2p എത്ര കൊടുക്കുക? 6. പിന്നെ 3s ആണ് എത്ര കൊടുക്കുക? 2. പിന്നെ 3p എത്ര കൊടുക്കുക? 6. ഇപ്പൊ നമ്മൾ 18 എണ്ണം പൂർത്തിയാക്കി. 2 4 10 12 6 18. നമ്മുടെ കയ്യിലുള്ളത് 19 ഇലക്ട്രോണാണ്. മൂന്നാമത്തെ ഷെല്ലിൽ SP D 3 സബ് ഷെല്ലുകൾ ഉണ്ട്. SP D എന്ന് പറയുന്ന 3 സബ് ഷെല്ലുകൾ മൂന്നാമത്തെ ഷെല്ലിലുണ്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഷെല്ലിലെ ഒരു സബ് ഷെല്ലുള്ള അത് പൂർത്തിയാക്കിയിട്ടാണ് രണ്ടാമത്തെ ഷെല്ലിലേക്ക് വന്നത്. രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് അറിയുന്ന പോലെ 2 സബ് ഷെല്ലുകളാണ്, 2s ഉം 2p. അത് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് വന്നത്? മൂന്നാമത്തെ ഷെല്ലിലേക്ക് വന്നത്. മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് അറിയുന്ന പോലെ S സബ് ഷെല്ലും P സബ് ഷെല്ലും D സബ് ഷെല്ലും ഉണ്ട്. അതിൽ S ഉം P യും പൂർത്തിയായപ്പോൾ 18 തീർന്നു. ഇനി ഒരു സബ് ഷെല്ല് കൂടി ഉണ്ട്, D. അപ്പൊ 3D എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ എഴുതിയാൽ 3D1 എഴുതിയാൽ യഥാർത്ഥത്തിൽ 18 ആയി. 3D1 എഴുതിയാൽ 18 ആയി, 19 ആയി. 3D1 എഴുതുന്നതോട് കൂടി 19 ആയി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എവിടെ? അപ്പൊ നമ്മൾ ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കുക. ഒന്നാമത്തിൽ 1s2 2, രണ്ടാമത്തെ 2s2 2p6 2 6 8, മൂന്നാമത്തിൽ 3s2 3p6 3d1 2 6 8 1 9. ഇങ്ങനെയാ വരിക. ഇങ്ങനെയാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം വരിക. ഇങ്ങനെയല്ലല്ലോ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ എങ്ങനെ നേരത്തെ പഠിച്ചത്? 2 8 8 1. ഇങ്ങനെ ആയാൽ 9 എണ്ണം വരും. വാഹിദ മഷലിൽ 9 എണ്ണം വരില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. വാഹിദ മഷലിൽ 9 എണ്ണം വരില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇങ്ങനെയാണ് പൊട്ടാസ്യത്തിന്റെ യഥാർത്ഥ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. നമ്മൾ ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ് ഷെല്ലുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇലക്ട്രോണുകൾ കൊടുക്കുന്നത്. ഊർജം ഏറ്റവും കുറഞ്ഞ സബ് ഷെല്ലിലാണ് നമ്മൾ ആദ്യം ഇലക്ട്രോണുകളെ കൊടുക്കുക. ഊർജം ഏറ്റവും കുറഞ്ഞ, എങ്ങനെ കുറഞ്ഞാലും എസിനൊരു S P D F ഇവക്കൊരു പരിധി ഉണ്ട്. 2 6 10 14.
എങ്ങനത്തെ ഏത് എസ്സിലായാലും ഏത് പിയിലായാലും ഇത് അതിൽ എത്ര ഉൾക്കൊള്ളാം അത്രേ പോവുള്ളൂ. എസ്സിലാണെങ്കിൽ 2, പിയിലാണെങ്കിൽ 6, അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലാണ് 1s. 1sൽ ഇലക്ട്രോണുകൾ കൊടുത്തിട്ടാണ് 2sലേക്ക് പോവുക. 1sനേക്കാൾ ഊർജം കൂടുതലുള്ളതാണ് 2s. അതിൽ പൂർത്തിയാക്കിയിട്ടാണ് 2pയിലേക്ക് പോകുക. അതിനർത്ഥം 1sനേക്കാളും 2sനേക്കാളും ഊർജം 2pക്ക് ഉണ്ട്. 2pയേക്കാൾ ഊർജം 3sനുണ്ട്. 3sനേക്കാൾ ഊർജം 3pക്ക് ഉണ്ട്. 3p കഴിഞ്ഞാൽ പിന്നെ 3d എന്ന് പറഞ്ഞ സബ്ഷെല്ലല്ല വരുന്നത്. മറിച്ച് മൂന്നാമത്തെ നമുക്കറിയാം, ഒന്നാമത്തെ ഷെല്ലില് 1s മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിലോ 2s 2p. മൂന്നാമത്തെ ഷെല്ലിലോ 3s 3p 3d. 3 സബ്ഷെല്ലുകൾ ഉണ്ട് ഇല്ലേ? നാലാമത്തെ ഷെല്ലിൽ എന്തുണ്ട്? 4s 4p 4d. ഇങ്ങനെ നാലാമത്തെ ഷെല്ല്. എന്നാൽ മൂന്നാമത്തെ ഷെല്ലിലെ p നിറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോകേണ്ടത് 3dയിലേക്കാണ്. പക്ഷെ ഇലക്ട്രോണുകൾ പോകുന്നത് എങ്ങോട്ടാണ്? 4sലേക്കാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കാരണം ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ 3pയേക്കാൾ തൊട്ടുമുകളിൽ ഊർജമുള്ളത് 4sനാണ്. 3pയേക്കാൾ തൊട്ടുമുകളിൽ ഊർജമുള്ളത് 4sനാണ്. ഒന്നുകൂടി പറഞ്ഞാൽ 4sനേക്കാൾ ഊർജമുള്ള സബ്ഷെല്ലാണ് 3d. 4sനേക്കാൾ ഊർജമുള്ള സബ്ഷെല്ലാണ് 3d. അതുകൊണ്ട് 3p കഴിഞ്ഞ് 4sൽ ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ 3dയിലേക്ക് ഇലക്ട്രോണുകൾ പോകൂ. മനസ്സിലാക്കണം. 3p കഴിഞ്ഞാൽ 3pയിൽ ഇലക്ട്രോണുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ 3pയിൽ ഇലക്ട്രോണുകൾ പൂർത്തിയായാൽ 3dയിലേക്ക് പോകുന്നതിന് മുമ്പേ അടുത്ത സബ്ഷെല്ലായിട്ട് വരുന്നത് 4s ആണ്. 4s എന്ന് പറയുന്ന സബ്ഷെല്ല് നിറഞ്ഞിട്ട് മാത്രമേ അപ്പുറത്ത് എന്ത് വരുള്ളൂ? 3d വരുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്തട്ടോ? 1s2 2s2 2p6 3s2 3p6 3d 4s ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നോക്കുക എന്താ സംഭവിച്ചത്. 3p6 വരെ നമ്മൾ എഴുതി 18 ഇലക്ട്രോൺ 3p6. ഇനി 19 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ആ ഒരു ഇലക്ട്രോൺ എവിടെ വരുന്ന? ആ ഒരു ഇലക്ട്രോൺ ഇവിടെ 3d ഉണ്ടെങ്കിലും 3dയിലല്ല വരുന്നത്. പിന്നെ എന്തിലാ? 4sലാ വരുന്നത്. 4sലാ വരുന്നത്. അപ്പൊ അവിടെ 3dന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ 3d ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ സബ്ഷെല്ലുകളുടെ ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ 3p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ വരുന്നത് എന്തിലാണ്? 4sലാണ്. 4s1. ഇവിടെ നിന്ന് ഇങ്ങോട്ടാ ഇലക്ട്രോണുകൾ പോവുക. ഇതിവിടെ ബാക്കിയാണ്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, 3pയേക്കാൾ ഊർജം കൂടുതൽ 4sനാണ്. 3pയേക്കാൾ ഊർജം കൂടുതൽ 4sനാണ്. 4sനേക്കാളും ഊർജമുള്ള സബ്ഷെല്ലാണ് ഏത്? 3d. അതുകൊണ്ട് 4s നിറഞ്ഞിട്ടേ പിന്നെ എന്തൊക്കെ ഇലക്ട്രോണുകൾ വരുള്ളൂ? 3dയിലേക്ക്. അപ്പൊ ഇത് പ്രകാരം നമുക്ക് നോക്കാം. 1s2 2 2s2 2p6 2 + 6 8 3s2 3p6 നോക്ക് 2 6 8 4s1 നാലാമത്തെ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺ. അത് പ്രകാരം പൊട്ടാസ്യത്തിൻ്റെത് ശരിയല്ലേ? പൊട്ടാസ്യത്തിന്റെ ശരിയല്ലേ? ശരിയാണ്. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 ആവാനുണ്ടായ കാരണം അതാണ്. ഇനി നമുക്ക് കാൽസ്യത്തിന്റെ എഴുതാം. നിങ്ങൾ കൺഫ്യൂഷൻ വരുന്നതൊക്കെ തീർക്കാലം മാർഗം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. നമ്മൾ പറയേ കാൽസ്യം 20 ആണ്. 20ാമത്തെ മൂലകമാണ് കാൽസ്യം. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 18 ആയി ഇപ്പൊ അല്ലേ? നമ്മൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഏതാ വരിക? 4s2. 3dയിൽ എന്നറിയോ? ഇല്ല. 4s2. 4sൽ ഒന്നും കൂടി പോവല്ലോ. പൊട്ടാസ്യം 19 ആയപ്പോ 4sൽ 1 പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 20 കാൽസ്യമോ 4sൽ 2 പോകും ഇല്ലേ? ഇനി അപ്പൊ ഇതിന്റെ എങ്ങനെ നമ്മൾ എഴുതാ? ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 8 അല്ലേ? 1s2 2 2s2 2p6 2 6 8 3s2 3p6 2 6 വീണ്ടും 8 4s2 നാലാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചതാണ് കാൽസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 2 എന്നുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ 21ാമത്തെ മൂലകമായ സ്കാൻഡിയം 21ാമത്തെ മൂലകമായ സ്കാൻഡിയം ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാ? ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ. 1s2 ആരാ മൈക്ക് ഓൺ ചെയ്യണേ? എന്തെങ്കിലും ചോദിക്കാണ്ടോ? അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്ക്. 1s2 2s2 2p6 3s2
3p6 അല്ലെ 3p6 വരുന്നതോടുകൂടി 18 ഇലക്ട്രോണുകളായി 18 ഇലക്ട്രോണുകളാണ് 3p6 വരുന്നതോടുകൂടി ആയത് ഇനി 19ഉം 20ഉം ഇലക്ട്രോണുകൾ എന്തിലാ പോവുക 4s2 അല്ലേ അപ്പൊ 20 ഇലക്ട്രോണുകളായി കാൽഷ്യത്തിന്റെ അതേപോലെ 21ാമത്തെ ഇലക്ട്രോൺ വന്നാൽ മാത്രമേ ഏത് സബ്ഷെല്ല് വരുള്ളൂ 3d1 എന്നുള്ള സബ്ഷെല്ല് വരുള്ളൂ 3d1 എന്നുള്ള സബ്ഷെല്ല് വരണമെങ്കിൽ 21ാമത്തെ ഇലക്ട്രോൺ വരണം പറഞ്ഞു വരുന്നത് വീണ്ടും പറയാം 3p6 കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പോകുന്നത് 3d-യിലേക്കല്ല 4s-ലേക്കാണ് 4s പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇലക്ട്രോണുകൾ 3d-യിലേക്ക് പോകൂ നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ച സംഗതി ഉണ്ട് അല്ലേ അപ്പൊ ഇത് സ്കാൻഡിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ എഴുതാം സ്കാൻഡിയം വരുമ്പോ എങ്ങനെ വരിക ഇവിടെ 4s2 വരും 4s2 ഈ 4s2 നിറഞ്ഞിട്ട് അപ്പൊ 20 ആവുക എന്നിട്ട് മാത്രമേ എന്തിലേക്ക് വരുള്ളൂ 3d-യിലേക്ക് ഇലക്ട്രോണുകൾ വരുള്ളൂ അപ്പൊ 3d1 എഴുതുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം എങ്ങനെ 1s2 2s2 2p6 3s2 3p6 3d1 4s2 എന്നോ അല്ലെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്നോ അതായത് 3d1 എന്നുള്ള സബ്ഷെല്ലിനെ 4s-ന് മുമ്പോ ശേഷമോ എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരിക്കലും 3p6 കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പോകുന്നത് 3d-യിലേക്കല്ല ഏതിലേക്കാണ് 4s-ലേക്കാണ് അപ്പൊ 4s ഫുൾ ആയതിനു ശേഷം മാത്രമേ 3d-യിലേക്ക് പോവുള്ളൂ നിങ്ങൾക്ക് ഈ രൂപത്തിലും വേണമെങ്കിൽ എഴുതാം ഈ രൂപത്തിലും എഴുതാം രണ്ടും ശരിയാണ് രണ്ടും സെയിം ഇലക്ട്രോൺ വിന്യാസമാണ് പക്ഷെ ഇവിടെ നിന്ന് 3p6 കഴിഞ്ഞ് ഇങ്ങോട്ട് ഇലക്ട്രോൺ പോയിട്ടാണ് പിന്നെ 3d1-ലേക്ക് വരുന്നത് ഈ രണ്ട് രീതിയിലും എഴുതാം അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് പ്രകാരം നമുക്കിപ്പോ എഴുതാൻ പറ്റുന്ന സംശയമില്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്കും അറിയാം അപ്പൊ ഏത് വരെ ഉണ്ടാവുള്ളൂ 3p6 വരെ ഉണ്ടാവുള്ളൂ 3p6 വരെ കറക്റ്റ് ആണ് 1s 2s 2p 3s 3p ഇത് കഴിഞ്ഞാൽ പിന്നെ ആകെ കൺഫ്യൂഷനാണ് കാരണം എന്താ ഏതാണ് ആദ്യം വരിക എങ്ങനെ ഊർജത്തിന്റെ കാര്യം നമ്മൾ കണ്ടെത്താം ഏതിനാ ഊർജം 3p6 കഴിഞ്ഞാൽ 4s-നാണ് ഊർജം എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി 4s കഴിഞ്ഞിട്ട് 3d വരുള്ളൂ എന്നുള്ളത് അതും ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കഥ എന്താ അറിയോ എന്നൊക്കെ അറിയില്ല അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത പണി ചെയ്യുന്നത് നിങ്ങളൊരു നോട്ട്ബുക്കിലെ നല്ല ഒരു പേജ് എടുക്കുക നല്ല ഒരു പേജ് എടുത്തിട്ട് ഞാൻ ഈ ബോർഡിൽ എഴുതുന്നത് എഴുതി വെച്ചാൽ നിങ്ങളുടെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ സകല കൺഫ്യൂഷനും നമുക്ക് തീർക്കാം ഒരു നല്ല പേപ്പർ എടുത്തിട്ട് നോട്ട്ബുക്കിലെ നല്ല ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അത് എഴുതുക നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് നമുക്ക് വലിയ ഒരു അറ്റോമിക് നമ്പർ കിട്ടി ചെറുതൊക്കെ നമ്മൾ വിട്ടു അല്ലെ ഇനി ചെറിയ കളികളില്ല ചെറുതൊക്കെ നമ്മൾ വിട്ടു വലിയ ഒരു അറ്റോമിക് നമ്പർ കിട്ടി വലിയ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും അല്ലെ 1s 2s 2p6 3s 3p6 വരെ നമ്മൾ ഉഷാറായിട്ട് എഴുതും 3p6 കഴിഞ്ഞ 4s വരും 3d പിന്നെ വരും എന്നൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താ വരിക അല്ലെ അവിടുന്ന് അങ്ങോട്ട് എന്താ വരിക അതൊരു സംശയമാണ് അപ്പൊ ആ സംശയമൊന്നുമില്ല നിങ്ങൾ കേട്ടോളി 118 മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത് എത്രണ്ണം 118 മൂലകങ്ങൾ ഈ 118ാമത്തെ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ നിഷ്പ്രയാസം എഴുതും കാണണം നിങ്ങൾക്ക് 118ാമത്തെ മൂലകത്തിന്റെ ഏത് ഇലക്ട്രോൺ വിന്യാസം ഷെല്ലാണോ സബ്ഷെല്ലാണോ രണ്ടും എഴുതും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും അത് നോക്കിയിട്ട് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും നമ്മൾ എഴുതാൻ പോവല്ലേ നിങ്ങൾ റെഡി അല്ലേ അപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറിന്റെ മുകളിൽ ഒരു ഇടത് അരികിലായിട്ട് എഴുതിക്കൊള്ളുക 1s എന്ന് നടുക്ക് എഴുതരുതേ നടുക്ക് എഴുതിയ ചെറിയ പ്രശ്നമുണ്ട് ഒരു ഞാൻ ഇപ്പൊ എഴുതിയ പോലെ ഇടത് അരികിലേക്കായിട്ട് എഴുതിക്കൊള്ളുക ഇടത് അരികിൽ മുകളിലായിട്ട് എഴുതിക്കൊള്ളുക 1s അങ്ങനെ നിങ്ങൾ എഴുതിയപ്പോ നമ്മൾ ഒന്നാമത്തെ ഷെല്ലിലെ ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ അല്ലെ അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ ഷെല്ലിൽ ആകെ ഒരു സബ്ഷെല്ലേ ഉള്ളൂ അതാണ് 1s രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് 2s 2p രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളാണ് അതുപോലെ തന്നെ എഴുതണം കേട്ടോ ഞാൻ എങ്ങനെയാണോ ബോർഡിൽ എഴുതി വെക്കുന്നത് അതുപോലെ തന്നെ എഴുതണം 2s എന്നുള്ളത് 1s-ന് നേരെ താഴെ അതിന്റെ തൊട്ടപ്പുറത്ത് 2p അല്ലെ രണ്ടാമത്തെ ഷെല്ലിൽ ഈ സബ്ഷെല്ലുകളല്ലേ ഉള്ളൂ ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 3s 3p 3d ഇങ്ങനെ തന്നെ എഴുതണേ 3s 3p 3d എന്താ വന്നത് 1s 2s 3s ഒരേ ലൈനിൽ വന്നു
2p 3p ഒരേ ലൈനിൽ വന്നു. പിന്നെ 3D. എന്താണ് മിൻഹ മൈക്കോണാക്കിയാണ്? നിങ്ങൾ ഇത് അറിയാതെ മൈക്കുമ്പോ ടച്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ മൂന്നാമത്തെ ഷെല്ലിലെ 3 സബ്ഷെല്ലുകളെ നമ്മൾ എഴുതി. ഇനി നമുക്ക് നാലാമത്തെ ഷെല്ലിലെ സബ്ഷെല്ല് എഴുതണം. 4 അല്ലേ? 4s, 4p, 4d, 4f. അങ്ങനെ ഇരിക്കെ 4s, 4p, 4d, 4f. എസ് വീണ്ടും പറയുന്നത് എസ് എല്ലാം ഒരു നിരയില്, പി എല്ലാം ഒരു നിരയില്, ഡികൾ ഒരു നിരയില് ഇല്ലേ? ഇനിയോ അഞ്ചാമത്തെ ഷെല്ല് അല്ലേ? 5s, 5p, 5d, 5f. അഞ്ചാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 5 സബ് ഷെല്ലുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുക. ഞാൻ നിങ്ങളെ വിളിക്കാം. ഞാൻ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അപ്പൊ നോക്കുക, അഞ്ചാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകൾ നമ്മൾ എഴുതി. ഇനി ആറാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ കേട്ടോ. എഫ് വരെ മതിയേ. ആറാമത്തെ ഇതിന്റെ തൊട്ട് 6s, 6p, 6d. 6ൽ എഫ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇനി ഏഴാമത്തത് 7s, 7p. ഇത്രയും മതി നമുക്ക്. 7ലെ ഡി ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ നിലവിലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോവിന്യാസം ഏതാ നമുക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പൊ അതാക്ക് നാം എഴുതി വെച്ചിരിക്കുന്നു. 7 ഷെല്ലുകളിലുള്ള പരമാവധി 7 ഷെല്ലുള്ള മൂലകം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. 7 പീരീഡ് അല്ലേ ഉള്ളൂ. 7 പീരീഡ് അല്ലേ? ഒരു പീരീഡ് എത്രാമത്തെ പീരീഡ് ആണോ അത്ര ഷെല്ലല്ലേ മൂലകത്തിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. അപ്പൊ 7 പീരീഡ് അല്ലേ ഉള്ളൂ. അപ്പൊ 7 ഷെല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏഴാമത്തെ ഷെല്ല് വരെ നമ്മൾ എഴുതി. ഏഴാമത്തെ ഷെല്ല് പി സബ് ഷെല്ല് വരെ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എഴുതി അല്ലേ? ഇങ്ങനെ എല്ലാവരും എഴുതി വെച്ചില്ലേ? 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f അല്ലേ? ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഓർഡറിൽ തന്നെ എഴുതണേ. ഇനി നമ്മളെ കളികൾ തുടങ്ങാൻ പോകുന്ന ഇനിയാണ്. ഈ ഓർഡറിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കളിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓർഡർ തെറ്റിക്കരുത്. ഈ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോക്കിക്കോ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞു വരുന്നത് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ്? ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ പൂർത്തിയായി വരുന്നത്. അത് പ്രകാരം തെറ്റില്ലാതെ നമ്മൾ 1s, 2s, 2p, 3s, 3p വരെ പോയി. പക്ഷേ 3p കഴിഞ്ഞപ്പോ 3dയേക്കാൾ ഊർജം കുറവാണ് 4sന്. പിന്നെയാണ് 3d എന്ന് നമ്മൾ പഠിച്ചു. അവിടുന്ന് അങ്ങോട്ട് കുറെ സബ്ഷെൽ ഉണ്ട്. ഇതിന്റെയൊക്കെ ഓർഡർ നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താ നിങ്ങൾക്കറിയോ? ഏത് സബ്ഷെല്ലാണ് ആദ്യം വരിക, എന്താണ് സബ്ഷെല്ലുകളുടെ ഓർഡർ എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു തോന്നലുണ്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ കാണാൻ പഠിച്ചുണ്ടാക്കുമ്പോ ഹലാക്ക് ആകെ പുലുമാലാകുമല്ലോ അല്ലെ? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വന്ന SLC എക്സാമിന്റെ റിസൾട്ടില് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് A+ കിട്ടിയ ഒരു വിഷയം കെമിസ്ട്രി ആണോ? കെമിസ്ട്രി ആണേ. 2 A+ ഉള്ള ആളുകൾക്ക് 1 IT 1 കെമിസ്ട്രി ആയിരിക്കണം. 1 A+ ഉള്ള കെമിസ്ട്രിക്ക് മാത്രമേ A+ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അത്ര വലിയ പ്രശ്നമുള്ള സംഗതി ഒന്നല്ല ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി പിന്നെ അവർക്ക് ലോക്ക്ഡൌണിൽ വന്ന എക്സാം ആയതുകൊണ്ട് കുറെ സമയം പഠിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഏതായാലും ഏറ്റവും സുഖമുള്ള ഒരു വിഷയമാണ് പഠിക്കാൻ. പഠിച്ചാൽ മാർക്ക് ഉറപ്പാണ്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് കെമിസ്ട്രിയുടെ പ്രത്യേകത. കുറച്ച് പഠിച്ചാൽ പെട്ടെന്ന് മാർക്ക് കിട്ടും. അപ്പൊ ഇതൊന്നും റിസ്ക് അല്ല. അതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. കണ്ടോ? അതായത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന എന്താണ്? സബ്ഷെല്ലുകളുടെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യം ഏത് സബ്ഷെല്ല് വരും, ഓർഡർ എങ്ങനെയാന്നുള്ളത് ഇല്ലേ? ആ ഓർഡർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാ. സബ്ഷെല്ലുകളുടെ ഓർഡർ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു അറ്റോമിക് നമ്പറുള്ള മൂലകം കിട്ടി. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഇലക്ട്രോവിന്യാസമാണ്. അറ്റോമിക് നമ്പർ, വലിയ അറ്റോമിക് നമ്പറുള്ള മൂലകം കിട്ടി. ആദ്യം നമ്മൾ ആർക്ക് കൊടുക്കും? പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കും? പിന്നെ ആർക്ക് കൊടുക്കും? പിന്നെ ആർക്ക് കൊടുക്കും? ഇല്ലേ? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എത്ര എണ്ണം വീതം കൊടുക്കും എന്നുള്ള നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. S-ൽ 2, P-ൽ 6, D-ൽ 10, F-ൽ 14. നമ്മൾ ആദ്യം പഠിച്ചു വെച്ച കാര്യല്ലേ? അപ്പോ എന്നാൽ ഓർഡർ നമ്മൾ ഒരു പരിധി വരെ പഠിച്ച ഭാഗം ഡിസോർഡർ ആവാൻ തുടങ്ങി ഇല്ലേ? അപ്പൊ ഇനി ആ ഓർഡർ ആണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിച്ചോ.
ആദ്യം ഇലക്ട്രോണുകൾ നമ്മൾ കൊടുക്കുന്നതാ അയാൾക്കാണ്. ആരാണ്? 1s ആണ്. അപ്പൊ പറഞ്ഞിട്ടാണോ? അങ്ങനെ തന്നെയല്ലേ അല്ലെ? ഇതുവരെ പഠിച്ച അങ്ങനെ തന്നെയല്ലേ? പ്രശ്നമില്ലല്ലോ, തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. എന്നാ അങ്ങനെ വരക്കുങ്ങള് 1sന്റെ മണ്ടേ കൂടെ അങ്ങനെ വരയ്ക്ക്. നേരെ വരയ്ക്കരുത്. ഞാൻ എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെ ചെരിച്ച് വരക്കണം. വരക്കുമ്പോ മുകളിൽ നിന്ന് താഴോട്ട് വരക്കണം. അതായത് ഇവിടെ എങ്ങനെ വേണമെങ്കിൽ ഒരു 6 മാർക്ക് കൊടുക്കാം. വരയുടെ ദിശ മനസ്സിലാവണം. വരയുടെ ദിശ മനസ്സിലാവണം. ആദ്യം 1s അല്ലേ? അടുത്തത് നമ്മൾ വീണ്ടും വരക്കാൻ പോവുകയാണ് 2s. അടുത്ത വര നമ്മൾ വരച്ചത് 2s. ഇതിനർത്ഥം ഏത് ഇലക്ട്രോൺ വിന്യാസവും തുടങ്ങുന്നത് 1sൽ നിന്നാണ്. അതാണ് ഒന്നാമത്തെ വെട്ട്. 1sൽ പൂർത്തിയായാൽ പിന്നെ പോകുന്ന 2sലേക്കാണ്. അതാണ് രണ്ടാമത്തെ വെട്ട്. 2sലും കൊടുത്ത് ഇലക്ട്രോണുകൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ആർക്കാന്ന? ദാ 2 പക്ഷി ഒരു വെടിക്ക്. എങ്ങനെയാണ് 2s കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെട്ടിലെ ആദ്യം വെട്ട് കിട്ടിയത് ആർക്കാ? 2pക്ക്. 2s കഴിഞ്ഞാൽ 2pയിലാ ഇലക്ട്രോണുകൾ കൊടുക്കുക. നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തു പോകുന്നത് ആണ്. 2p കഴിഞ്ഞാൽ പിന്നെ ആർക്കാ കൊടുക്കുക? 3sന്. അതിനല്ലേ കൊടുത്തു പോകുന്നത്? അതും ശരിയാണ്. ഇനിയാണ് വെട്ടിലെ പ്രത്യേകത. അടുത്ത വെട്ടുക ഇങ്ങനെ വെട്ടുമ്പോ 3s കഴിഞ്ഞാൽ പിന്നെ പോകുന്ന എന്തിലേക്കാണ്? 3p. അതുവരെ കറക്റ്റാ. പക്ഷെ 3p കഴിഞ്ഞപ്പോ 3d ഉണ്ട്. അങ്ങോട്ടാണോ? അല്ല, ഈ വെട്ട് അടുത്തത് കൊണ്ടത് ആർക്കാ? 4sനാണ്. അപ്പൊ 3s കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് 3pയിലേക്കും 4sലേക്കുമാണ്. ആ വരയുടെ ഡയറക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 4s ഫുള്ളായിട്ട് ശേഷം മാത്രമേ നമുക്ക് അടുത്ത വരയിലെ അംഗങ്ങൾ ആരൊക്കെയാ നോക്കുക. അങ്ങനെ വരക്കണത് വളച്ച് വരക്കണത് നേരെ വരക്കണേ. 4s കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് പോകുക? 3d. 3dയിൽ 10 എണ്ണം പോകും. 3dയിൽ 10 എണ്ണം കൊടുത്തിട്ടും ഇലക്ട്രോണുകൾ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഏത് സബ്ഷെല്ലിലേക്കാ മക്കളെ പോകേണ്ടത്? നോക്കിക്കോ. 4p. 3dയിൽ 10 എണ്ണം കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ പോകുന്ന കൊടുക്കുക 4p, നാലാമത്തെ ഷെല്ലിലെ p സബ്ഷെല്ലിലേക്ക്. അതിൽ 6 എണ്ണം കൊടുത്ത് വീണ്ടും ബാക്കി ഉണ്ടെങ്കിൽ എങ്ങോട്ടാ പോവുക? 5sലേക്ക്. മനസ്സിലായോ? 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s. ഓർഡർ അങ്ങനെയാണ്. 5sലും പൂർത്തിയായത് അടുത്തത് ഇങ്ങനെയാണ്. കുറച്ച് പാളിയെ പിന്നെ കുറച്ച് താത്തിയുടെ ഏരിയ പ്രശ്നം തോന്നുന്നു. വെട്ട് നമ്മൾ വെട്ടിയെ കൂടെ കൊള്ളില്ലെങ്കിൽ വെട്ടിലോടത്തേക്ക് വണ്ടി നിർത്ത് ഇതാക്കണം. ഇങ്ങനെ 5s കഴിഞ്ഞാൽ 4dയിലേക്ക്, 4d കഴിഞ്ഞാൽ 5pയിലേക്ക്, 5p കഴിഞ്ഞാൽ 6sലേക്ക്. അടുത്ത നോക്കിക്കോ. അടുത്ത വെട്ട് ഇതാണ്. നേരെ വെട്ടി. ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്? ഇവിടെ നോക്കുക. 6s കഴിഞ്ഞാൽ 4f. 6s കഴിഞ്ഞിട്ടേ 4fലേക്ക് ഇലക്ട്രോണുകൾ പോകുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. 4f എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാ. 4f എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാ. അതിക്ക് എപ്പോഴാ ഇലക്ട്രോണുകൾ പോകുക? ഇവിടെ നോക്ക്. 6ാമത്തെ ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലേ 4fലേക്ക് പോകൂ. നാലാമത്തതിൽ എഫ് സബ് ഷെല്ലിലേക്ക് പോകൂ. അതാണ് ഓർഡർ. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഓർഡർ. ഇനിയോ അടുത്ത വെട്ട്, ഒരു വെട്ടും കൂടിയേ ബാക്കിയുള്ളൂ. 4f, 3d, 6p, 7s. അടുത്ത വെട്ടതാക്കണം. അങ്ങനെയാണ്. പറ ഉച്ചശേഷം. ഇല്ല വേറെ എന്താ അറിയില്ല. അപ്പൊ നോക്കേ. അപ്പൊ എന്താ മനസ്സിലായത് ഇപ്പൊ നിങ്ങൾക്ക്? അതായത് ഇതാണ് സബ്ഷെല്ലുകളുടെ ഓർഡർ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഓർഡർ മനസ്സിലാക്കാൻ നിങ്ങൾ അതിന്റെ നേരെ എഴുതിക്കേ. നേരെ ആ ഓർഡർ നേരെ എടുത്ത് എഴുതിക്കേ. എങ്ങനെ? ഞാൻ ഇപ്പൊ എഴുതുന്ന പോലെ കേട്ടോ. 1s, 2s, 2p, 3s. 6 മൈക്രോണൊക്കെയാണ്. അഫ്ലഹ് പിപി, അഫ്ലഹ് മൈക്ക് ഓഫ് ചെയ്യുമോനെ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോ ഇവിടെ എഴുതിയില്ലേ, ഇതിന്റെ ഓർഡർ ആണ് 1s, 2s, 2p, 3s. 1s, 2s, 2p, 3s. പിന്നെ 3p, 4s, 3d, 4p. അങ്ങനെ എല്ലാവരും എഴുതിക്കേ. ഞാൻ ആരോടെങ്കിലും ഒക്കെ വായിപ്പിക്കും. പെട്ടെന്ന് എഴുതിട്ടോ. ഈ 7p വരെ എഴുതണേ. 7p ആണല്ലോ അവസാനത്തെ വീട്ടിൽ അവസാനത്തെ ആള് 7p ആണല്ലോ. ആ 7p വരെ കറക്റ്റ് ഓർഡറിൽ എഴുതി വെക്കും. പെട്ടെന്ന് എഴുതി വെക്കേ. വളരെ വേഗത്തിൽ എഴുതേ.
എഴുതി കഴിഞ്ഞാൽ കൈ പൊക്കി കേട്ടോ. ഞാൻ ചോദിക്കണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കൈ പൊക്കി, എഴുതി കഴിഞ്ഞവർക്ക് കൈ പൊക്കാം ആ ഓർഡർ. മൂന്ന് പേര് കൈ പൊക്കിണ്ട്. അഞ്ചായി, ആറായി. ഉഷാറാണ്. നിഷാൻ എൻ മോനെ മൈക്കോൺ ചെയ്യും. നിഷാൻ. ഹലോ സാർ. പറ. ഓർഡർ പെട്ടെന്ന് പറഞ്ഞു. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 4p 3d 4p 4p 5s 5s 4d 5p 5p 6s 6s 4f 5d 5d 6p 6p 7s 7s 5p 5p p ആണ്. 5p ഇവിടെ വന്നേ. 4d കഴിഞ്ഞിട്ട് 5p വന്നില്ലേ? 5f 5f 6d 7p 6d 7p. ഗുഡ്. ഇങ്ങനെ തന്നെയാണ് വരിക. ഞാൻ ബോർഡിൽ എഴുതിണ്ടേ. ഓൻ പറഞ്ഞതൊക്കെ ഞാൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കോ എങ്ങനെയാണ്. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4f 5d 6p 7s 5f 6d 7p. ഇതാണ് ഓർഡർ. ഇതാണ് സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം. നിങ്ങളിത് കാണാതെ പഠിക്കണോ? ഉണ്ടല്ലോ. നിങ്ങൾ എന്തറിഞ്ഞാ മതി. എവിടെയെങ്കിലും ഒരു തുണ്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ എഴുതി നോക്കാൻ അറിയോ? ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വെട്ടാനും അറിയോ? പിന്നെ നിങ്ങളിത് കാണാൻ പഠിക്കണോ? വേണ്ടല്ലോ. നിങ്ങളിപ്പോ ഇവിടെ എന്താ പഠിക്കേണ്ടി അറിയോ? നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടി അറിയോ? ഓരോ സബ്ഷെല്ലിലും ഓരോ ഷെല്ലിലും എത്ര സബ്ഷെല്ലുണ്ട് നമുക്കറിയില്ലേ? ഒന്നാമത്തിൽ 1s, 2 2s 2p, 3 3s 3p 3d, 4 4s 4p 4d 4f, 5 5s 5p 5d 5f. ഇല്ലേ? ഇത് നിങ്ങൾക്ക് അറിയില്ലേ? അതറിഞ്ഞാ മതി. പിന്നെ അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ രൂപത്തിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ല. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ എഴുതാൻ അറിയില്ല. ഒന്നിന്റെ താഴെ അതേപോലെ പിയുടെ താഴെ പിയും ഡിയുടെ താഴെ ഡിയും എസിന്റെ താഴെ എസും വരുന്ന രൂപത്തിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയും. അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെരിച്ച് വെട്ടാൻ നിങ്ങൾക്ക് അറിയില്ലേ? അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ എന്താ പതിയിൽ അറിയാനുള്ളത്? അപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയോ? കൈതാത്ത മക്കളെ, ഓർഡർ കിട്ടിയോ? എല്ലാരും കൈതാത്തിക്കോ. അതായത് സബ്ഷെല്ലുകളുടെ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. മനസ്സിലായി കഴിഞ്ഞാൽ, സബ്ഷെല്ലുകളുടെ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മളൊരു പൊളി വിളിക്കാൻ പോവാണ്. എന്താണ്? നിങ്ങൾ ഇവിടെ തന്നോളി പറയണങ്ങള്. അറ്റോമിക് നമ്പർ തന്നോളി, ഇലക്ട്രോമിന്യാസ് ഞങ്ങൾ എഴുതിയിട്ട് അങ്ങോട്ട് തരാം. അതാണ് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ആദ്യം ഒരു മൂലകത്തിന്റെ ഇലക്ട്രോവിന്യാസം എഴുതാൻ പോവാണ്. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോവിന്യാസം നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. കണ്ടോളി, ഒരു മൂലകത്തിന്റെ ഇലക്ട്രോവിന്യാസം നമ്മൾ എഴുതാൻ പോവുകയാണ്. അതിപ്പോ നമ്മള് ഹലോ പറഞ്ഞോളി. ആയിക്കോട്ടെ. പൈസ കൊടുക്കും. എപ്പോഴാ വരുമെന്ന് പറഞ്ഞോല്? അവര് വിളിക്കുമ്പോ ഒന്നുകൂടെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്. കഴിഞ്ഞിട്ടാണ് വിളിക്കാം. ആയിക്കോട്ടെ. അപ്പോ നോക്കിക്കോളാ, ഇവിടെ പിന്നെ ഇനി നമ്മൾ ഒരു അറ്റോമിക് നമ്പർ നമുക്ക് തരികയാണ്. ഇലക്ട്രോവിന്യാസം എഴുതാൻ ഒരു പണിയില്ല കേട്ടോ. ഇലക്ട്രോവിന്യാസം എഴുതാൻ ഒരു പണിയില്ല. അവിടെ ശ്രദ്ധിച്ചോളൂ നിങ്ങള്. ഇനി നമുക്കൊരു അറ്റോമിക് നമ്പർ കിട്ടുകയാണ്. കേട്ടോളി, ഒരു വലിയ അറ്റോമിക് നമ്പർ. ചെറുതൊന്നും വേണ്ട. ചെറുതൊക്കെ നമ്മൾ എത്ര എഴുതിയില്ലേ? വലിയ അറ്റോമിക് നമ്പർ പറഞ്ഞു. വലിയ ഒരു അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. നമുക്ക് അതിൻ്റെ തപ്പ് എഴുതാൻ നല്ലത്.
മെർക്കുറി ആയിരിക്കും. മെർക്കുറി നമുക്ക് പരിചയമുള്ള ഒരാളാണ്, കുറച്ച് വലിയ ആളാണ്. Hg. മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ 80 ആണ്. മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ 80 ആണ്. മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മെർക്കുറി ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കണ്ടോ നമ്മള്? മെർക്കുറിയുടെ ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 80 ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ 80 ആണ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? മെർക്കുറിക്ക് 80 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നല്ലേ? മെർക്കുറിയിൽ 80 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നല്ലേ? ഈ 80 ഇലക്ട്രോണുകൾ നമ്മൾ ഈ സബ്ഷെല്ലുകളിൽ ക്രമീകരിക്കാൻ പോവാം. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യത്തെ 2 ഇലക്ട്രോണിയും കൊണ്ട് നമ്മുടെ സ്ഥിരം ആളുടെ അടുത്തേക്ക് ഒരു പോക്കാം. ആരാ? 1s. എത്ര എണ്ണം പോകും? 2 ഇല്ലേ? 2s 2. 2p. p ആണ് എത്ര എണ്ണം പോകും? 6. 3s എത്ര എണ്ണം പോകും? 2. 3p 6. 4s 2. 3d 10. ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? ഇങ്ങനെയല്ലേ? എങ്ങനെ കൊടുത്തു? ഈ ഓർഡർ അതേപോലെ അവിടെ ഉണ്ട് കേട്ടോ. ഓർഡർ നമ്മൾ എഴുതിയണമെന്നില്ലേ? നമുക്ക് ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറച്ച് ഇങ്ങനെ പോവാ. 80 വരെ എത്തണ്ടേ? ഇവിടെ 30 ആയിട്ടുള്ളൂ അല്ലെ? 2, 4, 10, 12, 18, 20, 20, 10, 30 ആയിട്ടുള്ളൂ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. മെർക്കുറിന്റെ 80. 4p ആണ്. 6 കൊടുത്തൂടെ? 3d കഴിഞ്ഞാൽ 4p അല്ലേ? 4p 6 എണ്ണം പോലെ. 5s s ആണ്, 2 എണ്ണം അല്ലേ പോകുള്ളൂ. 4d എത്ര എണ്ണം പോകും? 10 എണ്ണം പോകും. 5p എത്ര എണ്ണം പോകും? 6. 6s 2. 4f 14. ഇന്ന് എണ്ണി നോക്കല്ലേ നമുക്ക്? അല്ലെ? എവിടെ എത്തിയപ്പോ 30 ആയിരുന്നു. 36, 38, 48, 48, 50, 56. 56ഉം 14ഉം 4f 14 വരെ പോയി. 56ഉം 14ഉം എത്രയാ? 70 അല്ലേ? 70 അല്ലേ? ഇനി എത്രണ്ണേ ബാക്കിയുള്ളൂ? 10 എണ്ണം. 4f കഴിഞ്ഞ അടുത്ത സബ്ഷെൽ ഏതാ? 5d അല്ലേ? 5dയിൽ എത്ര എണ്ണം പോകും? 10 എണ്ണം. കഴിഞ്ഞോ? 5dയിൽ അവസാനിപ്പിക്കുക. അതാണ് മെർക്കുറിയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ബാക്കിയുള്ളതൊന്നും വേണ്ട. 5d10 അതാണ് മെർക്കുറിയുടെ ഇലക്ട്രോൺ വിന്യാസം. 5d10 എന്ന് പറയുന്നത്. മൈക്കോണാക്കല്ലേടാ. മെർക്കുറിയുടെ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ്. നിങ്ങൾ എഴുതിയവരെ? നിങ്ങൾ എഴുതിയില്ലല്ലേ? ഞാനാണ് ഇപ്പൊ എഴുതിയത്. ഇതെങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എന്താണ്? സബ്ഷെല്ലുകളുടെ ഓർഡറും ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും അറിയുക എന്നും മാത്രമാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതാനുള്ള എളുപ്പമാർഗം. ഇല്ലേ? അപ്പൊ വലുതും എഴുതാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ. ഇത് നിങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ബോർഡ് നമുക്ക് ഇത്തിരി സ്ഥലമുള്ളൂ, അതുകൊണ്ട് ഞാൻ അതൊക്കെ മായ്ക്കണേ. അപ്പൊ ഞാൻ ഇനി ഇങ്ങോട്ട് 3-4 തരാം. നിങ്ങളതൊന്ന് എഴുതിന്റെ ഞാനിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പെട്ടെന്ന് 35 ബ്രോമിൻ. വേഗം എഴുതിക്കട്ടോ. ബ്രോമിൻ 35. പിന്നെ വന്നിട്ട് പോയിട്ട് പിന്നെ ആരാ? സിനോൺ 54. പ്രൊമിത്തിയം 61. 3 എണ്ണം. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നവർക്കല്ലേ 3 എണ്ണം മതി. മക്കളെ പെട്ടെന്ന് എഴുതിക്കേ. പിന്നെ അഹമ്മദ് യാസിൻ കൈയാട്ടിക്ക. ഇതിനാ കൈ നോക്കിക്കണം. ഓക്കെ, പെട്ടെന്ന് എഴുതിക്കട്ടോ. ബ്രോമിൻ 35, സിനോൺ 54, പ്രൊമിത്തിയം PM 61. ഇവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതേണ്ടത്. ഹലോ സർ. പറഞ്ഞോളെ. ബോർഡ് കാണില്ല. ബോർഡ് കാണാത്തത് മൈക്ക് ഓൺ ആക്കിയിട്ടാണ്. നിങ്ങളത് ഇത് മൈക്ക് ഓഫ് ചെയ്താൽ കാണും. എന്നിട്ട് വേറെ ആർക്കെങ്കിലും കാണാത്ത പ്രശ്നമുണ്ടോ? അപ്പൊ ബോർഡിൽ ഞാൻ 3 മൂലകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബ്രോമിൻ, സിനോൺ, പ്രൊമിത്തിയം. BR 35, XE 54, PM പ്രൊമിത്തിയം 61. ഇപ്പൊ ബോർഡ് കാണാത്തവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. ബോർഡ് കാണാത്തവരൊന്ന് കൈപൊക്കിക്കേ. എല്ലാവർക്കും കണ്ടില്ലേ? ഓക്കെ, എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. ഇനി എഴുതി കഴിഞ്ഞവർ മാത്രം കൈപൊക്കിയാൽ മതി കേട്ടോ.
സബ്ഷെല്ലും ഷെല്ലും എഴുതണം കേട്ടോ. സബ്ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതണം, അത് നോക്കിയിട്ട് ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതണം. പെട്ടെന്ന് എഴുതേ. 1-2 ആൾക്കാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകും. ബാക്കിയുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ജിൻസ എന്തായാലും വന്നില്ലേ? മൈക്ക് ഓൺ ചെയ്യുമോളെ. ഹലോ സർ. പറ. ബ്രോമിന്റെ പറ. 1s2 1s2 2s2 2s2 2p6 2p6 3s2 3s2 3p6 3p6 4s2 4s2 3d10 3d10 4p5. 4p5. ഗുഡ്. സാറ ഇനി എന്റെ ഷെല്ല് എഴുതിയോ? ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതിയോ? 2 2 8 8 8 8 ആണോ? അല്ലേ? ആണോ? എല്ലാരും ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞുതരാം. 18. അങ്ങനെ പറ. എത്രയാണ്? 18. ഇങ്ങനെ കിട്ടിയതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 18 8 ആണോ? അല്ലേ? 7. ഓക്കെ അല്ലേ? 2 8 10 10 18 28 28 7 35. ശരിയല്ലേ? അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ ആള് കൈ ബുക്ക് ചെയ്താരാണ്? അനന്തു മൈക്കോൺ ചെയ്. മോനെ പറ. സിനോൺ 1s2 1s2 2s2 2s2 2p6 വേഗം പറഞ്ഞു. 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d10 5p6. ഇതാണ് ഇപ്പൊ എഴുതിയുള്ളത്. നോക്കുക, ബോർഡിലേക്ക് നോക്കുക. മൈക്ക് ഓഫ് ചെയ്യുമ്പോനെ 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d10 5p6 5p6 5pയിൽ 6 വന്നതോടുകൂടി സിനോണിന്റെ 56 പൂർത്തിയായി. 2 4 10 12 12 18 20 30 36 38 48 6 54. അനന്തു അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. ഷെൽ വിന്യാസം പറഞ്ഞേ. 2 2 8 18. സ്ക്രീൻ കാണുന്നില്ല. അപ്പൊ കാണോ? മൈക്ക് ഓഫ് ആക്കിയാ കാണും കേട്ടോ. 2 8 18 18 8 8. ഗുഡ്. 2 8 18 18 8. ഇതാണ് സിനോണിന്റെ ഷെൽ. അനന്ത് മൈക്ക് ഓഫ് ചെയ്യും. കാണുന്നുണ്ടാവല്ലോ നമുക്കിപ്പം. ഇതാണ് സിനോണിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം, സബ്ഷെൽ ഇലക്ട്രോവിന്യാസം. ഇനി നമുക്ക് വേണ്ടത് പ്രൊമിത്തിയത്തിന്റെ ഷെൽ ആൻഡ് സബ്ഷെൽ ഇലക്ട്രോവിന്യാസങ്ങളാണ് വേണ്ടത്. പ്രൊമിത്തിയത്തിന്റെ വേറെ ആരും എഴുതിയില്ല? എഴുതിണ്ട്. സന ഫർവീൻ മോളെ മൈക്ക് ഓൺ ചെയ്. സന ഹലോ സർ. പറ. പ്രൊമിത്തിയത്തിൻ്റെ പറ. 1s2 1s2 2s2 2s2 2p6 ഉം 3s2 ഉം 3p6 ഉം 4s2 ഉം 3d10 ഉം 4p6 ഉം 5s2 ഉം 4d10 ഉം 5p6 ഉം 6s2 ഉം 4f5. ഓക്കെ ഗുഡ്. 4f5. അതിന്റെ ഷെൽ എഴുതിയില്ലേ? ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതിയില്ലേ? എന്നാ പറ.
2 8 18 32 1. 32 1. അത് ഈ ബുക്കിലൊക്കെ എഴുതിയതാണ്. ബുക്കിലൊക്കെ എഴുതിയതല്ല. ബുക്കിലൊക്കെ എഴുതിയാലൊക്കെ എങ്ങനെയാ 32 1 കിട്ടണത് എനിക്ക്? എങ്ങനെയാ 32 ബുക്കിലല്ല. ആയിക്കോട്ടെ, അത് ബുക്കിലൊക്കെ എഴുതിയല്ലോ, അത് തെറ്റാണ്. തെറ്റാണ് അറിയില്ല, ഞാൻ ഇഞ്ചതിൽ എഴുതിയതാ. അതിന് വേറൊന്നുണ്ട്. നമ്മള് ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതാൻ പറയുന്നത് എങ്ങനെയാണ്? ഷെൽ ഇലക്ട്രോവിന്യാസം നമ്മൾ എഴുതാൻ പറഞ്ഞത് സബ് ഷെൽ ഇലക്ട്രോവിന്യാസം നോക്കിയിട്ടാ. ഇത് രണ്ടും അങ്ങനെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയിട്ടില്ല. ഞാന് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയണത് നോക്കി. അത് ശരിയല്ലല്ലോ. അത് നമ്മൾ നേരത്തെ തെറ്റാ നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെ അതിന്റെ പ്രശ്നം നോക്കിക്കട്ടോ. അത് മൈക്കോപ്പേ ഞാൻ പറഞ്ഞില്ല, അതിന്റെ പ്രശ്നം അപ്ലൈ ബോർഡ് കാണുള്ളൂ. അതായത് പ്രൊമിത്തിയം എന്നുള്ളത് 6ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു മൂലകമാണ്. പ്രൊമിത്തിയം 6ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകത്തിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം ചെയ്തപ്പോൾ 6 ഷെല്ല് വേണം. 1 2 3 4 5. ഈ പറഞ്ഞ പ്രകാരം 5 ഷെല്ലുള്ളൂ. അവിടെ തന്നെ തെറ്റല്ലേ? വളരെ നന്നായി. എന്തുകൊണ്ട് ഇപ്പൊ ഈ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിത് മുഴുവൻ സുഖമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാവാത്തവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏതാ നന്നായി. ഇവിടെ നോക്ക്, എന്തുകൊണ്ട് സന പറഞ്ഞത് ഉത്തരം ശരിയല്ല എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ അനന്തു പറഞ്ഞു, അനന്തു അല്ല, ആരെ പറഞ്ഞ, പിന്നെ ആരായാലും പറഞ്ഞു, അനന്തു 2ാമത്തെ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ ഷെല്ലുകളുടെ സബ് ഷെല്ലുകളുടെ ഓർഡർ. നമ്മൾ എന്താ ചെയ്തത്? 35 എന്നുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അതിന് ഉൾക്കൊള്ളാവുന്ന ഓരോ സബ് ഷെല്ലിനും കൊടുത്തിട്ട് അവസാനം എവിടെയാണോ തീർന്നത് 4p-യിൽ 6 വരെ പോകും. 4p-യിൽ 5 കൊടുത്തോടുകൂടി 35 പൂർത്തിയായി. അപ്പൊ അവിടെ നിന്നു. ഇതാണ് ബ്രോമിൻ എന്നുള്ള മൂലകത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോവിന്യാസം. അതിൽ നിന്ന് എങ്ങനെ ബ്രോമിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതാം എന്നുള്ളതാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഇതിൽ നിന്നുണ്ടാക്കിയതാ. അല്ലാതെ ഇത് ഇതൊക്കെ നേരെ ചിലപ്പോൾ ശരിയാവും. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാവാൻ നോക്ക്. 1ാമത്തെ ഷെല്ല് സബ് ഷെല്ലുകളുടെ ആകെ കൂട്ടുക. 1ാമത്തെ ഷെല്ല് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, 1s2. അതാണ് ഈ 2, 1s2. ഇനി 2 എന്ന് നമ്പർ ഉള്ളത് മൊത്തം കൂട്ടുക. 2s ഉം 2p ആണ്. 2s2 2p6 2 6 8. അതാണ് ഈ 8. ഇനി 3 എന്ന് നമ്പർ ഉള്ളത് മൊത്തം കൂട്ടുക. 3 നമ്പർ ഉള്ളത് ഏതൊക്കെയാ? 3s 3p 3d. 3 എന്ന ഷെൽ നമ്പർ ഉള്ളതാണ് ആ 3 സബ് ഷെല്ലുകൾ. അപ്പൊ എങ്ങനെയാ? 3s2 3p6 3d10. 2 6 8 8 10 18. അങ്ങനെയാണ് ഈ 18 വന്നത്. ഇനി 4ാമത്തെ ഷെൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് പറയാൻ എന്താ ചെയ്യാ? 4 എന്ന് ഷെൽ നമ്പറുകൾ വരുന്നതിനെ മൊത്തം കൂട്ടുക. 4s2 4p5. ഇതാണ് 4ാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ. 4s2 അവിടെ 2, 4p5 അവിടെ 5. അത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടിയത്? 7. ഇങ്ങനെയാണ് ഷെൽ ഇലക്ട്രോവിന്യാസം ചെയ്തത് കേട്ടോ. ഈ രൂപത്തിലാണ് നമ്മൾ ഷെൽ ഇലക്ട്രോവിന്യാസം തിരഞ്ഞെടുക്കുക. അല്ലാതെ സബ് ഷെല്ലിന്റെ രൂപത്തിലും ഷെല്ല് വേറെ രൂപത്തില്. സബ് ഷെൽ ഇലക്ട്രോവിന്യാസം നോക്കിയിട്ട് ഷെൽ ഇലക്ട്രോവിന്യാസം ചെയ്യണം. അപ്പോഴേ ശരിയാവുള്ളൂ. അത് പ്രകാരം 54 സിനോൺ 54 അല്ലേ? നമുക്കറിയാം 5p-യില് 6 പോവാ. അതിൽ 6 കൊടുത്തപ്പോൾ നമ്മുടെ 54 പൂർത്തിയായി. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നിർത്തി. അതാണ് സിനോണിന്റെ ഇലക്ട്രോവിന്യാസം. ഇനി എങ്ങനെ സിനോണിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം കിട്ടി നോക്കിക്കോ. 1s2 2. 2 എന്ന നമ്പറിലെ 2s 2p 2 6 8. 3 എന്ന നമ്പറിലെ 3s 3p 3d 2 6 8 10 18. ഓക്കെ, 4ാമത്തേൽ 32 പോകും. പക്ഷെ ഇവിടെ എത്ര ഉള്ളത് നോക്ക്. 4s2 4p6 2 6 8 4d10 18. 8 10 18 അല്ലേ? ഇനി 5ാമത്തെ ഷെല്ലിൽ 8 എങ്ങനെ? 4s2 4p6 അല്ല സോറി 5s2 5p6 2 6 8. അങ്ങനെയാണ് സിനോണിന്റെ ഇലക്ട്രോവിന്യാസം 2 8 18 18 8 ആയത്. അത് പ്രകാരം ഇവിടെ പ്രൊമീത്തിയത്തിന്റെ എങ്ങനെ വരും നോക്കിക്കോ. 1s2 2, 2s2 2p6 2 6 8, 3s2 3p6 3d10 3s2 3p6 3d10 2 6 8 10 18. 3ാമത്തെ ഷെല്ലിൽ 18. ഇനി 4ാമത്തേക്ക് പോവാ. 4ാമത്തത് 4s2 2 4p6 6 4d10. അപ്പൊ 2 6 8 8 10 18 4f5. ഇത് 4ാമത്തെ ഷെല്ലാണ്. 4 ഷെൽ നമ്പർ ഉള്ളത് മൊത്തം കൂട്ടുമ്പോ 4f കൂട്ടണം. അപ്പൊ 18 5 23, അടുത്തതോ 5ാമത്തെ ഷെല്ലാണ്. 5s2 5 2 5p6 5 2 സോറി 2 6 8 5-ല് 6s 6ാമത്തെ ഷെല്ലുണ്ട്.
6s. അത് മാത്രമല്ല ഉള്ളൂ എത്രണ്ണാണ്? 2. ഇങ്ങനെയാണ് പ്രൊമിത്തിയത്തിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്ത. എങ്ങനെ? 2, 8, 18, 23, 8, 2 എന്നാ എഴുതാ. അപ്പൊ നോക്ക് എത്ര ഷെൽ ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6. പ്രൊമിത്തിയ 6ാമത്തെ പീരീഡിലാണ്. 6 ഷെല്ല് വേണം പ്രൊമിത്തിയത്തിന്. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം ചെയ്ത. ഇത്ര വലിയ സംഗതികളൊന്നും നിങ്ങൾക്ക് തന്നിട്ട് ഇലക്ട്രോൺ വിന്യാസം ഏതാണെന്ന് പറയില്ല കേട്ടോ. പക്ഷെ ഇത് ഞാൻ എഴുതി പഠിപ്പിച്ച എന്തിനാന്ന് അറിയാം, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനാണ്. ഏതും എഴുതാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഏകദേശം വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇല്ലേ? ഏതൊരു അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് സബ്ഷെല്ലുകളുടെ ഓർഡർ അറിഞ്ഞിരിക്കുക എന്നുള്ള. സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ഓർഡർ അറിഞ്ഞിരിക്കുക. ഈ ഓർഡർ അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അറിഞ്ഞിരിക്കുക. സബ്ഷെല്ലുകളുടെ ഓർഡർ അങ്ങനെ ഉണ്ട് എഴുതുന്നുണ്ട്. ഓരോ സബ്ഷെല്ലിലും S2, P ആണെങ്കിൽ 6, D ആണെങ്കിൽ 10, F ആണെങ്കിൽ 14. അതങ്ങനെ കൊടുത്തു പോവുക. എവിടെയാണോ നമ്മുടെ കയ്യിലുള്ള അറ്റോമിക് നമ്പറിന്റെ സ്റ്റോക്ക് തീരുന്നത് അവിടെ വെച്ച് നിർത്തിക്കൊള്ളുക. അതാണ് ആ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇനി അത് നോക്കിയിട്ട് നമുക്ക് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്താൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്ററിലെ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത്. ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത് പഠിച്ചു. ഇതിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും മക്കളെ. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും. അങ്ങനെ സംശയം ഇല്ലാതെക്കാൻ പാടില്ല. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും. നിങ്ങളൊന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്കോണാക്കി ചോദിച്ചോ. എന്താ ആർക്കും സംശയമല്ലേ? ഞാൻ ഉസാറായിട്ടോ നിങ്ങൾ ഉസാറായിട്ടോ എനിക്കറിയില്ല. പക്ഷെ ഉണ്ടാവാതെക്കാൻ വഴിയില്ല. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും. ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾ ആരെ പോയിരിക്കണേ? എന്തുണ്ടെങ്കിലും മൈക്കോണാക്കി ചോദിക്കാം. സംശയം ബാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രയാസമാണ് ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ സംശയം ബാക്കിയാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾ പറയുന്നത്. ആർക്കും ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കണ്ടേ? സംശയം ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമല്ല. എനിക്ക് അടുത്തത് പറയണം. 10 15 ജൂണിൽ. എന്നാല് സംശയം ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ എഴുതും. എല്ലാവരും എഴുതുമല്ലോ. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സംഗതി തരാം. 2 മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ചെയ്യണം. ഒന്ന് ക്രോമിയം 24 അറ്റോമിക് നമ്പർ ക്രോമിയം. മറ്റൊന്ന് കോപ്പർ 29 കോപ്പർ. എഴുതിക്കാം നിങ്ങള്. അത് രണ്ടും എഴുതിക്കാം മക്കളെ പെട്ടെന്ന്. 24 ക്രോമിയം 29 കോപ്പർ. 24 ക്രോമിയം 29 കോപ്പർ. 24 ക്രോമിയം 29 കോപ്പർ. വേഗം എഴുതി കണ്ടിട്ട് കൈബുക്ക് കേട്ടോ. സബ്ഷെല്ലും ഷെല്ലും എഴുതണം കേട്ടോ. സബ്ഷെല്ലും ഷെല്ലും എഴുതണേ.
രണ്ടാളെ വായിപ്പിക്കാം, രണ്ടാളെ കിട്ടിയാൽ മതി എനിക്ക്. ആ ഞാൻ എന്തുള്ള വന്നത്? അഫ്ലഹ് വന്നത്. അഫ്ലഹെ എന്ന് പറഞ്ഞ നേരത്തെ അനന്തുവിന് കൊടുത്താണ്ട് പ്രാവശ്യം എന്നെ എടുക്കണം. ആദ്യം കൈവയ്ക്കാന്ന് പറഞ്ഞു. അഫ്ലഹെ ക്രോമിയത്തിന്റെ പറഞ്ഞേ. 1s2 1s2 2s2 2s2 2p6 2p6 3s2 3s2 3p6 3p6 4s2 4s2 3d4 3d4. ഷെല്ലിലൊക്കെ വിന്യാസം എഴുതിക്കണോ? പറ. 2 8 ആ. 8 2 8 8 6 8 6 2 8 8 6 ഇങ്ങനെയാണോ എഴുതി? ഇപ്പൊ എങ്ങനെയാ എനിക്ക് അങ്ങനെ കിട്ടിയേ? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞെന്ന രൂപത്തിൽ ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതി എങ്ങനെയാണോ കിട്ടുക? സോറി 2 8 12 2 8 12 2 2 അല്ലേ? അങ്ങനെയല്ലേ കിട്ടുക? ഓക്കെ. ദിയ അനന്ത് മൈക്കോ അല്ല അഫ്ല മൈക്കോ പകുതിയ പറ. കോപ്പറിന്റെ ആണ് പറയുന്നത്. അതെ 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 അതെ. 1s2 1s2 2s2 2s2 2p6 2p6 3s2 3s2 3p6 3p6 4s1 3d10. 4s1 3d10. ഇത് എവിടെ നോക്കിയത്? അത് വിക്ടേഴ്സ് ക്ലാസ്സിന്ന് മനസ്സിലായിരുന്നു എങ്ങനെ എഴുതണ്ടത്. എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ എഴുതുമ്പോ എങ്ങനെയാ വരിക? 4s2 3d9 എന്നല്ല ഇത് വരിക അല്ലേ? നമ്മൾ പഠിച്ച പ്രകാരം ശരിക്ക് അല്ല കേട്ടോ. നമ്മൾ പഠിച്ച പ്രകാരം എങ്ങനെയാണ്? ഇതിന്റെ കാരണം എന്താന്ന് എനിക്കറിയോ? അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ശരിക്കറിയില്ല. ഞാൻ പറഞ്ഞ അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ പറ. 2 8 18 1 2 8 17 2 പി എഴുതിയ പ്രകാരം നമുക്ക് വരാം അല്ലെ? എനിക്ക് എന്റെ കാര്യം കുറച്ച് മനസ്സിലായതുകൊണ്ട് ഈ അതിന്റെ ശരിയായ രൂപം പറഞ്ഞു. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ 2 മൂലകങ്ങൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോ ബോർഡിലേക്ക് നോക്കുക മക്കളെ, ബോർഡിലേക്ക് നോക്കുക. കൈതാത്തിക്കോ, ബോർഡിലേക്ക് നോക്കിക്കോളാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29. ക്രോമിയത്തിന് നമ്മൾ പഠിച്ചത് പ്രകാരം ക്രോമിയത്തിന്റെ ഇലക്ട്രോവിന്യാസം എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഇപ്പൊ ബോർഡിൽ കാണുന്നത്. ക്രോമിയത്തിന്റെ ഇലക്ട്രോവിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 3d4. കറക്റ്റ് ആണ് അല്ലേ? അത് പ്രകാരം നമ്മൾ ഷെൽ ഇലക്ട്രോവിന്യാസം എഴുതുമ്പോൾ 2 8 12 2 എന്നുമാണ് എഴുതുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് അറിയാം നമുക്ക്? നിങ്ങളുടെ കയ്യിൽ പീരിയോഡിക് ടേബിൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടെക്സ്റ്റ് ബുക്കില് ഇതിന്റെ ഷെൽ ഇലക്ട്രോവിന്യാസം കൊടുത്തത് 2 8 13 1 എന്നാണ്. ടെക്സ്റ്റ് ബുക്കിലെ പീരിയോഡിക് ടേബിളിൽ സാധാരണ ഷെൽ ഇലക്ട്രോവിന്യാസമാണ് കൊടുക്കുക. അപ്പൊ 2 8 13 1 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പീരിയോഡിക് ടേബിൾ ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഏതാ ശരി? ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ തെറ്റാ? അല്ല, അതാണ് ശരി. അപ്പൊ നമ്മൾ എഴുതിയ തെറ്റാ? അപ്പൊ എങ്ങനെ തെറ്റാണ് അല്ലേ? നമ്മളിപ്പോ ഈ പഠിച്ച പ്രകാരം തന്നെ അല്ല അപ്പൊ എഴുതിയപ്പോ ഇങ്ങനെ തെറ്റാണ് നമ്മൾ എഴുതിയ തെറ്റ്. അപ്പൊ മക്കളെ, ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണേ. കാരണം ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വീണ്ടും 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 എന്നോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കാരണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ക്രോമിയം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ ആറാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് ക്രോമിയം. 6ാമത്തെ ഗ്രൂപ്പിൽ. 11ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് കോപ്പർ. 6ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ക്രോമിയം, 11ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് കോപ്പർ. ഈ 2 ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഞാൻ പറയണത് കേട്ടോ. മറ്റൊരു മൂലകത്തെയും നിങ്ങൾ ഞാൻ ഈ പറയുന്ന രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറഞ്ഞ കാരണങ്ങൾ ഇവിടെ അങ്ങനെ പറ്റൂല, ഇവിടെ എങ്ങനെ പറ്റൂലേ, അത് യാതൊരു കാരണവശാലും നിങ്ങൾ അതിന് ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും, കൂടുതൽ തെറ്റിലേക്ക് നിങ്ങളുടെ ഇലക്ട്രോവിന്യാസങ്ങളെ കൊണ്ടെത്തിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ
ക്രോമിയത്തിൻ്റെതും കോപ്പറിൻ്റെതും അല്ലാത്ത ഈ രണ്ട് ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടേതല്ലാത്ത, ക്രോമിയത്തിന്റെ താഴെ മോളിബിഡിനും ടെങ്സ്റ്റനും വരും, കോപ്പറിന്റെ താഴെ സിൽവറും ഗോൾഡും വരും. ഇത്രയും മൂലകങ്ങളുടെ അല്ലാത്ത എല്ലാ ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ പഠിച്ചതുപോലെ തന്നെ, ഒരു മാറ്റവും. പക്ഷെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്ക്, ഓരോ സബ്ഷെല്ലിലും അതിന് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത്, അല്ലേ? ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധി ഉൾക്കൊണ്ട് അവസാനത്തെ സബ്ഷെല്ലിൽ മാത്രമേ അതിന്റെ ഫുള്ളില്ലാക്കുള്ളൂ. എന്നാൽ ചിലതിലാവും ഫുള്ളുണ്ടാവും, ചിലതിൽ പോകുമ്പോണ്ടാവും. അതുപോലെ ക്രോമിയത്തിന് പകരം കാൽഷ്യം ആയിരുന്നെങ്കിൽ ഫോറസ്റ്റിൽ അവസാനിക്കുക. ഫോറസ്റ്റിൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ പരമാവധി 2 അപ്പൊ ഫുള്ളായി, എല്ലാം ഫുള്ളായി. ഇനി ഇതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു സബ്ഷെല്ലിന് എസിന് 2, ഇല്ലേ, പിക്ക് 6, ഡിക്ക് 10, എഫിന് 14. ഇങ്ങനെ ഒരു സബ്ഷെല്ലിന് ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധി ഇലക്ട്രോണുകൾ ആ സബ്ഷെല്ലിന് കിട്ടിയാൽ, എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14, ഒരു സബ്ഷെല്ലിന് ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധി ഇലക്ട്രോണുകൾ ആ സബ്ഷെല്ലിന് കിട്ടിയാൽ ആ സബ്ഷെല്ലിന് സ്ഥിരതയുള്ള സബ്ഷെല്ലായി നമുക്ക് പരിഗണിക്കാം. സ്ഥിരത കിട്ടിയെന്ന് നമുക്ക് പറയാം. അത് പ്രകാരം ഇവിടെ നമുക്ക് ഓരോ സബ്ഷെല്ലും സ്ഥിരതയുള്ള സബ്ഷെല്ലല്ലേ? കാരണം എസിൽ 2, ഈ എസിലും 2, പിയിൽ 6, ഈ എസിൽ 2, ഈ പിയിൽ 6, ഈ എസിൽ 2. പറഞ്ഞു വരുന്നത് ഓരോ സബ്ഷെല്ലിനും ഉൾക്കൊള്ളാവുന്നതിന്റെ മാക്സിമം ഇലക്ട്രോണുകൾ കൈവശപ്പെടുത്തിയാൽ ആ സബ്ഷെല്ല് സ്ഥിരതയുള്ള സബ്ഷെല്ല. അത് പ്രകാരം ഇവിടെ 3D അല്ലാത്ത സബ്ഷെല്ലുകൾക്കൊക്കെ സ്ഥിരത ഉണ്ട്, അല്ലെ? 3D അല്ലാത്ത സബ്ഷെല്ലുകൾക്കൊക്കെ അവിടെ സ്ഥിരതയുണ്ട്. അതല്ല നമുക്ക് മനസ്സിലാവുന്നത്. 3Dയിൽ 10 വരണം സ്ഥിരത കിട്ടണമെങ്കിൽ, ഇവിടെ എത്ര ഉള്ളൂ? 4 അപ്പൊ 3D അല്ലാത്ത സബ്ഷെല്ലുകൾക്കൊക്കെ സ്ഥിരത ഉണ്ട്. നമുക്കറിയാം, സ്ഥിരതയില്ലാത്ത ഒരു വസ്തു സ്ഥിരതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാ. സ്ഥിരതയില്ലാത്ത ഒരു വസ്തു സ്ഥിരതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് പ്രകാരം ഇവിടെ 3D എന്ന് പറയുന്ന സബ്ഷെല്ലിനും സ്ഥിരത കൈവരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. 3D എന്ന് പറയുന്ന സബ്ഷെല്ലിന് സ്ഥിരത കൈവരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് അത് മുതലാക്കണം. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ചെറിയൊരു വ്യത്യാസം വരികയാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ആ പരമാവധി ഇലക്ട്രോണുകൾ അതിൽ വന്നാൽ ഡി സബ്ഷെല്ലിന് സ്ഥിരത കിട്ടും. എന്നാൽ ഡി സബ്ഷെല്ലിനെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. പരമാവധി ഇലക്ട്രോണുകളുടെ നേർ പകുതി വന്നാലും അതിന് സ്ഥിരത ഉണ്ടാകും. എന്ന് വെച്ചാൽ ഡിയിൽ 10 വേണ്ട, 5 വന്നാലും ഡി സബ്ഷെല്ലിന് സ്ഥിരത ഉണ്ടാവും. എസില് പരമാവധി 2 അല്ലേ, അതിന്റെ പകുതി അല്ലേ 1. എസിൽ 2 വന്നാൽ സ്ഥിരത ഉണ്ടാവും നമ്മൾ പഠിച്ചു. എസിൽ 1 വന്നാലും സ്ഥിരത ഉണ്ടാവും. അതിന്റെ കാരണം എന്താ? പരമാവധിയുടെ പകുതി വന്നാലും ഒരു സബ്ഷെല്ലിന് സ്ഥിരത കിട്ടും. അങ്ങനെയാണ് D10നും D5നും സ്ഥിരത കിട്ടുന്നത്. D1 മുതൽ 4 വരെ ആയിട്ട് കാര്യമില്ല, 6 മുതൽ 9 വരെ ആയിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഡിയിൽ 10 ആവണം, അല്ലെങ്കിൽ പിന്നെ ഒരു ചാൻസ് ഡിയിൽ എത്ര ആവണം? 5 ആവണം, അല്ലേ? 5 ആവണം. എസിൽ 2 ആയാലും 1 ആയാലും സ്ഥിരത കിട്ടും എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? എസിന്റെ പരമാവധിയാണ് 2, അതിന്റെ പകുതിയാണ് 1. അപ്പം ഒരു സബ്ഷെല്ല് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് എന്ന് പറയും. പകുതി നിറഞ്ഞതോ മുഴുവൻ നിറഞ്ഞതോ ആയ സബ്ഷെല്ലുകൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കും. പിയിൽ 6 വന്നാലും 3 വന്നാലും സ്ഥിരത ഉണ്ടാവും. എഫിൽ 14 വന്നാലും 7 വന്നാലും സ്ഥിരത ഉണ്ടാവും. അങ്ങനെ പറയാം. പക്ഷെ ഈ പി എഫ് എടുത്തിട്ട് നിങ്ങൾ കളിക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിൽ മാത്രം ഈ വ്യത്യാസത്തെ മനസ്സിലാക്കുക. മറ്റുള്ളതൊക്കെ ഇതിൽ അങ്ങനെ ഒന്നുകൂടെ നിങ്ങളുടെ ഐഡിയക്ക് അങ്ങോട്ടും മാറ്റി കൊടുക്കരുത്. മാറ്റി കൊടുത്താൽ നിങ്ങൾ പഠിച്ചതിലും ഒരുപാട് തവണ പഠിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ വന്നാലും 5 ഇലക്ട്രോൺ വന്നാലും സ്ഥിരത ഉണ്ട്. എസിൽ 2 വന്നാലും 1 വന്നാലും സ്ഥിരത ഉണ്ട്. അതിന്റെ കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു, മുഴുവൻ നിറഞ്ഞാലും പകുതി നിറഞ്ഞാലും സ്ഥിരത കിട്ടും. ആ ഒരു അവസരം ഇവിടെ മുതലാക്കുന്നു ക്രോമിയം. എന്താ ചെയ്യാന്നറിയുന്നത്? ഇവിടെ ക്രോമിയത്തിന്റെ അവസാനത്തെ ഫോറസ് സബ്ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോണാണ്, 3Dയിലുള്ള 4 ഇലക്ട്രോണാണ്. ഫോറസ്റ്റിൽ നിന്നും ഒരു ഇലക്ട്രോണിന് 3Dയിലേക്ക് കൊടുത്ത് 3D4 ഉള്ളത് 3D5 ആകും. അപ്പൊ ഫോറസ് 2 ഉള്ളത് ഫോറസ് 1 ആകും. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഫോറസ് എസിലെ 1 ആയാലും സ്ഥിരത നമ്മൾ പറഞ്ഞു. കാരണം എസിന്റെ മാക്സിമം 2 ആണ്, അതിന്റെ പകുതിയാണ് 1. ഡിയിൽ എത്രയായി? 5 ആയി. ഇവിടുത്തെ 1 എടുത്തോടു കൂടി ഡിയിൽ 5 ആയി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ എഴുതിയിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസത്തിലെ മുഴുവൻ സബ്ഷെല്ലുകളും സ്ഥിരതയുള്ള സബ്ഷെല്ലുകളായി. സ്ഥിരതയ്ക്ക് വേണ്ടി സബ്ഷെല്ലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ പഠിച്ചു.
സ്ഥിരതയ്ക്ക് വേണ്ടി സബ്ഷെല്ലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ പഠിച്ചു ഇല്ലേ? അത് പ്രകാരമാണ് അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? 4s1 4s2 3d4 എന്നുള്ളത് 4s1 3d5 എന്നായത്. ഇത് പ്രകാരം ഇതിന്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്ക്. 1s2 2 2s2 2p6 2 6 8 3s2 3p6 2 6 8 3d5 8 5 13 4s1 1. അങ്ങനെയാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 13 1 അപ്പൊ 2 8 12 1 12 2 തെറ്റാണ്. അപ്പൊ അതല്ലേ നമ്മൾ പഠിക്കുന്ന ഓർഡർ, അതാണ് നമ്മൾ പഠിക്കുന്ന ഓർഡർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രത്യേകം പഠിക്കുന്നത്. ക്രോമിയത്തിന്റെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ക്രോമിയത്തിന്റെ കേസിൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വരുന്ന ആ ഓർഡറിൽ ചെറിയൊരു മാറ്റം. അതുകൊണ്ടാണ് നമ്മൾ ക്രോമിയത്തിന്റെ വേറിട്ട് പഠിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 8 13 1 പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതേ മാറ്റതാ ഇവിടെയും. ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി കോപ്പറിന്റെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെ? മൈക്കോ ആരൊക്കെയാണ് മൈക്ക് ഓണിച്ചത്? ഇതാളില്ലല്ലോ, ഹിവായി ഒക്കെയാണ് വരുന്നത്. പേരൊന്നുമില്ല, വിളിച്ചു പറയാൻ. മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. അതിനാണ് തൻവീറും തൻവീർ കൈതാത്ത്. ഇതാ പെട്ടെന്ന് നോക്കണേ മക്കളെ, നമ്മളെ ടൈം കഴിയാനായി. അപ്പൊ ഈ കാരണം തന്നെയാണ് ഇവിടെയും. എങ്ങനെ? 2 8 17 2 എന്നാവൂല, 2 8 18 1 എന്നാണ് കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും പീരിയോഡിക് ടേബിളും ഒക്കെ കാണാൻ പറ്റുക. അതിന്റെ കാരണം എന്താ? ഇതാ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 3D-യിൽ 9 ഇവിടെ, 4s-ൽ 2. 4s-ൽ 2-ൽ നിന്ന് 1 എടുത്തിട്ട് 3D-യിൽ എത്രയാകും? 10 ആകും. ഇപ്പൊ എന്ത് സംഭവിച്ചു? 3D-ക്ക് പരമാവധി കിട്ടി ഇല്ലേ? 4s-ൻ്റെത് പോയോ? ഇല്ല. 4s 1 ആയാലും സ്ഥിരത ഉണ്ടാവും. 4s-ൽ ഇപ്പൊ പകുതിയായി. 3D മുഴുവനായി, 4s പകുതിയായി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ എല്ലാ ഷെല്ലുകൾക്കും സ്ഥിരത കിട്ടി. അപ്പൊ ഇത് എങ്ങനെ വരിക? 1s2 2 2s2 2p6 2 6 8 3s2 3p6 3d10 2 6 8 8 10 18 4s1 നാലാമത്തെ ഷെല്ലിൽ 1. ഈ രണ്ട് വ്യത്യാസങ്ങൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലുള്ള ഈ വ്യത്യാസങ്ങളാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഇനി നിങ്ങളോട് ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഏത് എന്ന് ചോദിച്ചിട്ട് ഇവിടെ 4s2 3d4 എന്ന് എഴുതി തന്നാൽ അത് ശരിയല്ല. ഏതാണെങ്കിൽ? ക്രോമിയമാണെങ്കിൽ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ക്രോമിയത്തിന്റെ വ്യത്യാസം പ്രത്യേകം പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ശരിയാണ്, നിങ്ങൾ എഴുതി പഠിച്ച രൂപത്തിൽ ഇത് ശരിയാണെന്ന് തോന്നാം. പക്ഷെ അപ്പൊ നിങ്ങൾ നോക്കണം ഏതാ മൂലകം? ക്രോമിയാണ്. ക്രോമിയാണെങ്കിൽ എന്താണ്? 4s2 അല്ല, 4s1 3d5 എന്നാണ്. ഇവിടെ 4s2 3d9 എന്ന് തന്നാൽ കോപ്പറിൻ്റെത് ശരിയല്ല. നമ്മൾ പഠിച്ചത് പ്രകാരം കോപ്പറിൻ്റെത് ഇങ്ങനെ എഴുതാമായിരിക്കും. പക്ഷെ ഈ വ്യത്യാസം മനസ്സിലാക്കണം. 4s1 3d10 ആണ് കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ ഇങ്ങനെയാണ്. ക്രോമിയം 6ാമത്തെ ഗ്രൂപ്പിലാണ്. 6ാമത്തെ ഗ്രൂപ്പിലുള്ള മറ്റു മൂലകങ്ങൾക്കും ഈ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6ാമത്തെ ഗ്രൂപ്പ് ക്രോമിയത്തിന്റെ താഴെ വരുന്നത് 42 മോളിബിഡിനാണ്, MO. പിന്നെ 74 ടെങ്സ്റ്റൺ ആണ്. നിങ്ങളൊന്ന് പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ഇതൊന്ന് എഴുതി നോക്കുക. അതേപോലെ 29 കോപ്പറിന് താഴെ വരുന്നത് 47 സിൽവർ ആണ്. പിന്നെ 79 ഗോൾഡ് ആണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ നിങ്ങളൊന്ന് എഴുതി നോക്കുക എന്ന് പോയിട്ട്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോഴും ആ വ്യത്യാസം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് ഒരു 2 മിനിറ്റ് ഞാൻ സമയം തരാം, നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെന്നിട്ട് 42 74 മോളിബിഡിനം ടെങ്സ്റ്റൺ, 47 സിൽവർ, 79 ഗോൾഡ് അതിൻ്റെ എഴുതി നോക്കണേ. പിന്നെ ഒരു ഹോംവർക്കും കൂടി നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും എനിക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടേണ്ട ഹോംവർക്ക് എന്ന് പറഞ്ഞത് ഞാനിവിടെ എഴുതുന്നേ അവസാനത്തെ ഗ്രൂപ്പ് 18ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ 10 നിയോൺ, 18 ആർഗൺ, 36 ക്രിപ്റ്റോൺ, 54 സിനോൺ,
86 റെഡോൺ. ആ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ അടുത്ത ക്ലാസ്സിൽ എഴുതിയിട്ട് വരണം. 18ാമത്തെ ഗ്രൂപ്പിലെ നിയോൺ മുതൽ റെഡോൺ വരെ 10 നിയോൺ, 18 ആർഗൺ, 36 ക്രിപ്റ്റോൺ AR, 54 ക്സീനോൺ XE, 86 റെഡോൺ RN. ഈ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ എഴുതിയിട്ടായിരിക്കണം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രസന്റ് ആവേണ്ടത്. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും മക്കളെ. ഇല്ല എങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഹലോ സാറാ. പറ സാറ് ഫസ്റ്റ് ആണ് ഹോംവർക്ക് അല്ലേ 4 ചെയ്യാൻ പറഞ്ഞു. അതെ. അത് ഈ അവസാനം പറഞ്ഞ രീതി തന്നെയാണോ ആ 4? എങ്ങനെ? അപ്പൊ അവസാനം ഒരു രീതി പറഞ്ഞല്ലേ തുല്യ